കേൾക്കാവോ? കേൾക്കും. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? കേക്കുണ്ട്. ഓക്കെ, ശരി. ഞാനാണ് കേട്ടോ നിങ്ങളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്റെ പേര് ആൻഡ്രോഷി എന്നാണ്. ഞാനിവിടെ നമ്മുടെ ഫാസ്റ്റ് വെൽനസിൽ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. എന്റെ വീട് വയനാടാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിലാകാതെ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് പഠിക്കുന്നത് എൻവയോൺമെന്റൽ സൈക്കോളജിയാണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് കേട്ടോ. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി പഠനം. നമ്മൾ പണ്ട് ചെറിയ കുട്ടികളൊക്കെ വോയിസ് ക്ലിയർ ഇല്ലല്ലോ. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ഞാൻ നോക്കട്ടെ കേട്ടോ. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് കേട്ടോ. അതിൽ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ്, ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് അവർ എൻവയോൺമെന്റ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറയാം. എർത്ത് ഈസ് ദി ഒൺലി പ്ലാനറ്റ്.
എർത്ത് ഈസ് ദി ഒൺലി പ്ലാനറ്റ് നോൺ ഫോർ സപ്പോർട്ടിംഗ് ലൈഫ്. അതായത് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്, എർത്ത് ആണ് ഒൺലി പ്ലാനറ്റ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നതാണ് ഈ എർത്തിൽ മാത്രമാണ് എന്ത് പറയുന്നത് ലൈഫ് സപ്പോർട്ട് ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം കുറെ പഠനങ്ങളിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ജീവന്റെ അംശം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠനങ്ങളിലൂടെ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നിനും വ്യക്തത വന്നിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്നത് എർത്തിലാണ്. ഇവിടെയാണ് നമ്മുടെ എർത്തിൽ ഈ ഒരു ഭൂമിയിൽ മാത്രമാണ് ഇത്രയും അതായത് ഓർഗാനിസംസ് ജീവിക്കുന്നുള്ളത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. The vastness of Earth, life existing only in the very narrow zone of എർത്ത് കോൾഡ് ബയോസ്ഫിയർ. അതായത് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരുപാട് വലിയതാണ്. അപ്പൊ ഈ എർത്തില് ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു സോൺ, അതിൽ മാത്രം ആണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത്രയും വലിയ വേൾഡിൽ ഈ ഒരു നാരോ സ്പോട്ടിലാണ് നമ്മുടെ ലൈഫ് ഉള്ളൂ. അത് കുറച്ച് സ്ഥലത്ത് മാത്രം ഒരുപാട് ആൾക്കാർ കൂടിപ്പാർക്കുന്ന, അതായത് എല്ലാ ജീവജാലങ്ങളും ഉള്ള ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു ഫസ്റ്റത്തെ ലൈനിൽ പറയുന്നത്, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. പിന്നെ പറയുന്നത് സൺ ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് എനർജി വിച്ച് എനേബിൾ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻസ് ആൻഡ് വേരിയസ് ലൈഫ് ഫോംസ്. അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരേ ഒരു സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനാണ്. എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ സൺലൈറ്റ് ആവശ്യമാണ്. അതിപ്പം മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും ഇപ്പൊ ഒരു ചെടിക്കാണെങ്കിൽ പോലും അത് വളർന്ന് വരണം എന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് സൺലൈറ്റിന്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ് കേട്ടോ. അത് മനസ്സിലായില്ലേ? എത്ര മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, കറക്റ്റ് ആയിട്ട്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റ്. ദി വേൾഡ് നാച്ചുറൽ എൻവയോൺമെന്റ് ബ്രിങ് ടു മൈൻഡ് broad aspects of landscape such as soil, water, desert or mountains, which can be more exactly described in terms of physical or abiotic influence such as difference in moisture, temperature, texture of soil and air quality. അതായത് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മളിത് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിനെയാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് എന്താ? ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിൽ, വാട്ടർ, ഡെസേർട്ട്, മൗണ്ടൻസ് ഇതെല്ലാം ചേരുന്നതിനാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനേക്ക് നമ്മൾ പറയുന്ന മറ്റൊരു ഇതാണ് അബയോട്ടിക്. അബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാവോ? അബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാണ് അർത്ഥം. അതായത് നമ്മുടെ ഈ എൻവയോൺമെന്റിന് രണ്ട് തരത്തിലുള്ളതാണുള്ളത്, ജീവനുള്ളത്, ജീവനില്ലാത്തത്. അപ്പൊ ഈ ജീവനില്ലാത്തതിനെയാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. ജീവനുള്ളതിന് നമ്മൾ ബയോട്ടിക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അബയോട്ടിക് ആയിട്ടുള്ള അബയോട്ടിക് ഇൻഫ്ലുവൻസസ് ആണ് എന്തൊക്കെ? സോയിൽ, വാട്ടർ, ഡെസേർട്ട്, മൗണ്ടെയ്ൻസ് ഇതൊക്കെ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, മോയ്സ്ചറൈസർ, ടെക്സ്ചർ ഓഫ് സോയിൽ, എയർ ക്വാളിറ്റി ഇതൊക്കെ അബയോട്ടിക് ഇൻഫ്ലുവൻസസ് ആണ്. അതിനെ നമ്മൾ ഫിസിക്കൽ എന്ന് പറയും. അതായത് ഫിസിക്കൽ ഓർ അബയോട്ടിക് ഇൻഫ്ലുവൻസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് താഴോട്ടേക്ക് പറഞ്ഞു വരും കേട്ടോ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ലാൻഡ്സ്കേപ്പ് ആണ്. ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? അബയോട്ടിക്, അതായത് ജീവനില്ലാത്ത സോയില്, വാട്ടർ, ഡെസേർട്ട്, മൗണ്ടെയ്ൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിന് കൂടെ തന്നെ ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ് ദി ബയോളജിക്കൽ ഓർ ബയോട്ടിക് ഇൻഫ്ലുവൻസ് ഇൻ ദി ഫോം ഓഫ് മൈക്രോസ്കോപ്പിക് ആൻഡ് ആനിമൽസ്. അതായത് എന്താണ് ബയോട്ടിക്? ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവനുള്ള വസ്തുക്കളിൽ പറയുന്നതാണ് മൈക്രോസ്കോപ്പ് സെലബിൾ, അതുപോലെ ആനിമൽസും. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്ന സൂക്ഷ്മ ജീവികളില്ലേ, ആ സൂക്ഷ്മ ജീവികളെയും അതുപോലെ തന്നെ ആനിമൽസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോട്ടിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? അത്ര മനസ്സിലായോ? ആ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തെടുക്കുവാണേ. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് എൻവയോൺമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സം total of living and non-living concepts, influence and events surrounding an organism. ഈ എൻവയോൺമെന്റിന്റെ ഒരു
എൻവയോൺമെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്താണ് എൻവയോൺമെന്റ്? എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസംസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന, ചുറ്റി നിൽക്കുന്ന ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പോണൻസ്, അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസംസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള കോമ്പോണൻസിനെയാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ്, അതായത് എൻവയോൺമെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് എൻവയോൺ, വിച്ച് മീൻസ് ടു എൻസർക്കിൾ ഓർ സറൗണ്ടിങ് ബൈ മീൻസ്. അതായത് നമ്മുടെ ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള എൻവിറോൺ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഓക്കെ, എൻവിറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഓർഗാനിസംസും നമ്മുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഒരു നാച്ചുറൽ ഇന്ററാക്ഷൻ, ആ ഒരു സർക്കിളിനെയാണ് എന്ത് പറയുന്നത്? എൻവിറോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം, ഫുഡ് വേണം. ഇതൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പശുവിന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പുല്ല് വേണം. അപ്പൊ പശു എന്താക്കുന്നു? പുല്ല് തിന്നിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഈ പശുവിന്റെ വേസ്റ്റ് ആയിട്ടുള്ള ചാണകമില്ല, അതെന്താക്കുന്നുണ്ട്? ഈ സസ്യങ്ങൾക്ക് ഒരു വളമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സർക്കിളാണ്, ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, its environment consists of biotic components such as light, temperature, and water, in which nutrients, oxygen, other gases, and organic matters are dissolved. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അബയോട്ടിക്? ഈ എൻവയോൺമെന്റിൽ ഉള്ള എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് അബയോട്ടിക് കോമ്പോണൻസ്. രണ്ട് തരത്തിലുള്ള കോമ്പോണൻസ് ആണത്, അബയോട്ടിക്കും ബയോട്ടിക്കും. ഈ അബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളാണ്. ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ന്യൂട്രിയൻസ്, ഓക്സിജൻ, ഗ്യാസസ്, ഓർഗാനിക് മാറ്റേഴ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബയോട്ടിക് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ജീവനുള്ള ബയോട്ടിക് ആയിട്ടുള്ള ഒന്നിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു അബയോട്ടിക് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അബയോട്ടിക് കോമ്പോണൻസ് വേണം. കാരണം നമുക്കിപ്പോ ഒരു ഇലക്കാണെങ്കിലും അത്, അല്ലെങ്കിൽ ഒരു ചെടിക്ക് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫുഡായിട്ട് അതിന് എന്ത് വേണം? സൺലൈറ്റ് വേണം, വാട്ടർ വേണം, സോയിൽ വേണം. ഇതിനെയൊക്കെയാണ്, ഈ പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ അബയോട്ടിക്, അതായത് ഫിസിക്കൽ ഓർ അബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണോ? ഇനി അടുത്തതാണ് ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. ആൻഡ്രോസ്ഫിയയുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ആൻഡ് ഫസ്റ്റ് ക്ലാസ് ആണ് എൻവയോൺമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? റുബീന, ഐഷ, ഹുസ്ന പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഈ പേപ്പർ നമുക്ക് MCQ ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തരും കേട്ടോ. മനസ്സിലാവുന്നുണ്ട്. എന്തോ റുബീന എന്തായാലും പറഞ്ഞ് കേട്ടില്ല. മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞതാ. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിച്ചാൽ മതി. ബാങ്ക് വിളിക്കുന്നില്ല, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാവേ. അപ്പൊ നമ്മളിപ്പം അബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബയോട്ടിക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ദി ബയോട്ടിക് എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് കോൾഡ് പ്ലാങ്ക്ടോൺ ആസ് വെൽ ആസ് അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അതായത് എന്താണ് ബയോട്ടിക്? ബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പെടുന്നതാണ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം, അതായത് സൂക്ഷ്മജീവികൾ. നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിക്കാണുന്ന സൂക്ഷ്മജീവികൾ ഉണ്ടല്ലോ, അവരെയാണ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലാങ്ക്ടോൺസ് ആസ് വെൽ ആസ് അക്വാട്ടിക് പ്ലാന്റ്സ്, അനിമൽസ്, ഡീകമ്പോസേഴ്സ്. ഇതിനെയൊക്കെ, അതായത് പ്ലാന്റ്സ്, വെള്ളത്തിലൊക്കെ വളരുന്ന പ്ലാന്റ്സ് ഉണ്ടാവും, അല്ലാണ്ട് കരയിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ അനിമൽസ്, അതുപോലെ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഇപ്പം നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അഴുകി കളയാൻ വേണ്ടിയിട്ട്, അഴുകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡീകമ്പോസേഴ്സ് ഒക്കെയാണ് കേട്ടോ. അതാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദി പ്ലാന്റ്സ് ആർ ഡിഫറെന്റ് കൈൻഡ്സ് സച്ച് ആസ്, അതായത് നമുക്ക് പല തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഫ്ലോട്ടിംഗ്, സബ്മേർജ്ഡ്. അതുപോലെ തന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ പിക്ചറിൽ തന്നെ നോക്കുമ്പോൾ കുറേ തരത്തിലുള്ള പ്ലാന്റ്സ് കാണാം. വെള്ളത്തിൽ കുറെ കുറ്റിച്ചെടികൾ ഉണ്ടാവും, വെള്ളത്തിന്റെ അടിയിൽ ചെടികളുണ്ട്. അതുപോലെ തന്നെ കരയില് ആ പോണ്ടിന്റെ ചുറ്റും കുറച്ച് മരങ്ങൾ വളരുന്നുണ്ട്. അതുപോലെ കുറച്ച് പടർന്നു നടക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ തരത്തിലുള്ള ചെടികൾ ഉണ്ടാവും? വേരുകൾ പടർന്നിട്ടുണ്ടാവുന്ന ചെടികൾ, പായല്, ഈ നമ്മൾ വെള്ളത്തിന്റെ മേളിലൊക്കെ കാണുന്ന പായല് പോലത്തെ ഉള്ളതില്ലേ, അത്, ആ പായലിനെയൊക്കെ നമ്മളൊരു സസ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? ബയോട്ടിക് ആയിട്ടുള്ള കോമ്പോണൻസ് ആണ്. അതുപോലെ അപ്പൊ എന്തൊക്കെ ടൈപ്പ് ട്രീസ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്തൊക്കെ ടൈപ്പ് ആനിമൽസ് ആണ് ഉള്ളത് നോക്കാം. ഈ ആനിമൽസ് കൺസിസ്റ്റ് ഓഫ് ഇൻസ്റ്റിങ്ക്ട്, അതായത് മോസ്കിറ്റോസ്, ഫോക്സ്, ബേർഡ്സ്, വേരിയസ് കൈൻഡ്സ് ഓഫ് ഫിഷസ്. അതായത് പലതരത്തിലുള്ള മീനുകളുണ്ട്, അല്ലെ, ഒരുപാട് സൈസ് മീനുകളുണ്ട്. അതുപോലെ തന്നെ ഉണ്ട് പക്ഷികളുണ്ട്, ഫ്രോഗ്, തവളകളുണ്ട്, മോസ്കിറ്റോസ് ഉണ്ട്, ചെറിയ വൂംസ്, മണ്ണിര പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ജീവികൾ ചേരുന്നതാണ് എന്ത്? ബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് വരുന്നതാണ് ദി ഡീകമ്പോസേഴ്സ് ആർ ദി സാപ്രോട്രോഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാപ്രോട്രോഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുകിയ മാംസം അല്ലെങ്കിൽ അഴുകിയ ചീഞ്ഞ സാധനങ്ങളില്ലേ, അത് ഫുഡായിട്ട് കഴിക്കുന്നത്. അതാണ് ബാക്ടീരിയ, ഫംഗസ്. ഇതൊക്കെയാണ് എന്ത്? ഈ അഴുകിയ വസ്തുക്കൾ ഫുഡാക്കുന്ന ആൾക്കാർ. അതുപോലെ നമുക്കറിയാം കഴുകൻ കേട്ടിട്ടുണ്ടോ? കഴുകൻ ചത്തിട്ടുള്ള ഫുഡ്, ചത്ത സാധനങ്ങളൊക്കെ കഴിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിന് എന്ത്? ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ദി ഫ്രണ്ട്സ് ആൻഡ് കീപ് ചേഞ്ചസ് കണ്ടിന്യൂസ്. ഇതിനെ കണ്ടിന്യൂസ് ചേഞ്ചസിന് വേണ്ടിയിട്ട് ഈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് ഈ ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് വിത്തിൻ എ സെർട്ടൈൻ റേഞ്ച് കോൾഡ് റേഞ്ച് ഓഫ് ടോളറൻസ്. അതായത് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഈ എൻവയോൺമെന്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസംബറിൽ ജീവിക്കാം. ഡിസംബറിൽ എന്താ സാധാരണ മഞ്ഞാണ് ഉണ്ടാവാറ്. പക്ഷെ ഇപ്രാവശ്യം എന്തായി? മഴയും ഉണ്ടായിരുന്നു, മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലാവസ്ഥയെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് മുൻപോട്ട് സർവൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ചെടികൾക്ക് ചില പ്രത്യേകതരം കാലാവസ്ഥയെ പറ്റത്തുള്ളൂ. വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചെടികളുണ്ട്, മഴക്കാലത്ത് ഉണ്ടാകുന്ന ചെടികളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഫുള്ളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ എന്താ, ആ ഒരു സമയത്തും അതിനെ പോലും ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? അതിനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഏത് സിറ്റുവേഷനെയും ടോളറേറ്റ് ചെയ്ത് പോകാൻ ഓർഗാനിസത്തിന് സാധിക്കും. ഇനി അടുത്തത്, ഇത്ര മനസ്സിലായോ? ഇത്ര എടുത്തത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത കമ്പോണൻസ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് നോക്കാം കേട്ടോ. അതില് കമ്പോണൻസ് ഓഫ് എൻവയോൺമെന്റ്. The physical components set as conditions for the survival of biotic components which in turn take care of the maintenance of the environment. അതായത് ബയോട്ടിക് ആയിട്ടുള്ള കോമ്പോണൻസിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫിസിക്കൽ കോമ്പോണൻസ് ആവശ്യമാണ്. എന്താണ് ഫിസിക്കൽ കോമ്പോണൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടോ? അതായത് എന്താണ് ഫിസിക്കൽ? അബയോട്ടിക് കോമ്പോണൻസിനാണ് നമ്മൾ ഫിസിക്കൽ കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വാട്ടർ വേണം, ഫുഡ് വേണം, ഓക്സിജൻ വേണം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബയോട്ടിക് കോമ്പോണന്റിന് ഈ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫിസിക്കൽ കോമ്പോണൻസും ആവശ്യമാണ്. Linkage among components of the environment are pathway of the flow of energy and cycle of material. അതായത് നമ്മൾ ഈ ഒരു സൈക്കിൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇതിങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫിസിക്കൽ കോമ്പോണൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്രീൻ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ എസെൻഷ്യൽ റിസോഴ്സ് ഫോർ ദ ഫിസിക്കൽ. ഒരു സെക്കൻഡ്. For example, green plants obtain essential resource for the physical rhythm, water and minerals of the soil, from the soil, carbon dioxide from the atmosphere, and light energy from the sun, and manufacture their foods. അതായത് എന്താ പറയുന്നത്? ഗ്രീൻ പ്ലാന്റ്സിന് എന്ത് വേണം? അവർക്ക് ഫിസിക്കൽ കോമ്പോണൻസ് ആയിട്ട് വേണ്ടത് എന്തൊക്കെയാണ്? വാട്ടർ വേണം, മിനറൽസ് വേണം, സോയിൽ വേണം, കാർബൺ ഡയോക്സൈഡ് വേണം. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഒരു ചെടിക്ക്, ഒരു ഗ്രീൻ പ്ലാന്റിന് അത് വളരാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഉപയോഗിച്ച് അത് അതിന്റെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ പ്ലാന്റും അല്ലെങ്കിൽ ഓരോ സസ്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മുടെ ഈ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ് നമുക്ക് നമ്മുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. അനിമൽസ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് അതർ അനിമൽസ് ഫ്രം ദി സോഴ്സ് ഓഫ് ഫുഡ്. അതായത് ആനിമൽസ് ആണെങ്കിൽ എന്താ ചെയ്യാം? വേറെ ആനിമൽസിനെ, പ്ലാന്റ്സ് ആണെങ്കിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയാണ്. പ്ലാന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ വാട്ടർ, സോയില്, മിനറൽസ്, കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. അനിമൽസ് ആണെങ്കിൽ ഇപ്പം കടുവ, പുലി ഇവരൊക്കെ എന്താ ചെയ്യുക? അവരുടെ ചെറിയ ആനിമൽസിനെ വേട്ടയാടി പിടിച്ചിട്ട് അവർ ഫുഡായിട്ട് കഴിക്കും. അതുപോലെ മൊയല് അങ്ങനത്തെ ഇതൊക്കെ എന്താ ചെയ്യുക? ക്യാരറ്റ് പോലെയുള്ള പ്ലാന്റ്സ് അതാണ് അവർ കഴിക്കുക. ഇപ്പൊ നമ്മൾ മനുഷ്യരാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഒരു ലാൻഡ് ഒക്കെ ഉണ്ടാവും. ആ ലാൻഡിൽ നമ്മൾ എന്താക്കും? നമ്മൾ ഫുഡ് നമ്മൾ തന്നെ നട്ടുണ്ടാക്കി നമ്മളത് കഴിക്കും. അതുപോലെ തന്നെ നമ്മളും ഈ പറയുന്ന വെജും നോൺ വെജും എല്ലാം നമ്മൾ കഴിക്കും. അതൊക്കെ നമ്മുടെ സോഴ്സ് ആണ്. നമ്മുടെ സർവൈവലിന് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ് അതൊക്കെ. അത് നമുക്ക് തരുന്നത് എന്താണ്? നമ്മുടെ എർത്താണ് നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മനുഷ്യന്മാർക്ക് സർവൈവ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ലാൻഡിൽ നിന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ കഴിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽസ് കിട്ടുന്നുണ്ട്. നമുക്ക് പെട്രോള്, ഡീസൽ ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? അതും നമുക്ക് തരുന്നത് നമ്മുടെ ഈ എർത്താണ്. ഇതൊക്കെ നമ്മുടെ സർവൈവലിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് മനസ്സിലായോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ഒരു പോർഷനിൽ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്. എന്തൊക്കെയാണ് ടൈപ്സ്? ഏതൊക്കെ ടൈപ്പാണ് എൻവയോൺമെന്റ് എന്ന് നമുക്ക് നോക്കാം. 3 ടൈപ്പാണ് ഉള്ളത് മെയിൻ ആയിട്ട്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഇന്റേണൽ എൻവയോൺമെന്റ്, നാച്ചുറൽ എൻവയോൺമെന്റ്. ഓക്കെ, 3 ടൈപ്പാണ് ഉള്ളത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിക്കോണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറിയ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ അതൊന്ന് എനിക്ക് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ചെറിയ അസൈൻമെന്റ് പോലെ കണ്ടാൽ മതി അതിനെ. നിങ്ങൾക്കത് എക്സാം ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പറയാം, ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്. അതിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. External environment will be the water in the pond which it primarily inhabits. The water would contain nutrients, oxygen, and other organisms that the fish requires to sustain its life. അതായത്
എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുമുള്ളത് അതാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മീനാണെന്ന് വിചാരിച്ചു, ആ മീൻ എവിടെ ജീവിക്കുന്നത്? വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ആ മീനിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലുള്ള ഓക്സിജൻ, അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, ഇതൊക്കെയാണ്. അതിന് സർവൈവ് ചെയ്യാനായിട്ട് അതിന് പുറത്തുനിന്ന് എക്സ്റ്റേണലി കിട്ടുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മനുഷ്യർക്കാണെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്? വാട്ടർ, ഫുഡ്, അതുപോലെ ഷെൽട്ടർ, ഓക്സിജൻ, ഇതൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്താന്ന് മനസ്സിലായോ? ഇനി അടുത്തത് വരുന്നതാണ് ഇന്റേണൽ എൻവയോൺമെന്റ്. The body cavity within the fish provides an internal environment quite separate from the outside environment. The body surface acts as an exchange barrier between the internal and the external environment of the fish. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷിന് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിഷിന്റെ ബോഡിയാണ് അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ്. എനിക്ക് എന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്റെ ബോഡിയാണ്. ഓക്കെ, ഇത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സാധനം. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഷെൽട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്ന സാധനമാണ്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അതായത് ഇന്റേണൽ എൻവയോൺമെന്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്റേണൽ എൻവയോൺമെന്റ് ഈസ് റിലേറ്റീവ്ലി സബ്സ്റ്റൻസ് as a component to the external environment. However, illness and injuries or even environment stress can upset it. അതായത് നമുക്കൊരു ഇഞ്ചുറി വരുവാണ്, നമുക്കൊരു ഇൽനെസ് വരുവാണ്, അപ്പൊ നമുക്ക് എന്താവും? നമുക്കത് സ്ട്രെസ് ആയിരിക്കും. ഇപ്പൊ എന്റെ കൈ മുറിഞ്ഞു കഴിയുമ്പോൾ എനിക്കത് ആ ഒരു ഭാഗം എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണ്? എന്റെ ഇന്റേണൽ എൻവയോൺമെന്റിന് അതൊരു തടസ്സമായിട്ട്, ഒരു സ്ട്രെസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെന്താ? ഇത് ക്യൂർ ആയി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആവും. ബാക്ക് ടു നോർമൽ പ്രോസസ്സിംഗിലേക്ക് നമ്മൾ എത്തും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു മീൻ അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ അതിന് ജീവിക്കാനുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, വെള്ളത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിന് ഒരു ചെറിയ ഡിഫറൻസ് വരുമ്പോൾ എന്താവും? അതിനത് സ്ട്രെസ് ആണ്. അതിനപ്പം അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിന് അത് ബുദ്ധിമുട്ടാവും. കാരണം അതിന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഫുഡ് അതിന് പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതിന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ബാക്ക് ടു നോർമൽ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം എന്താക്കും? ആ ഒരു സർക്കിളിൽ ബാക്ക് ടു നോർമൽ ആയിട്ട് തന്നെ കിട്ടും. അതായത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ചേഞ്ച് ആകും. ആ ഒരു ചേഞ്ചിനനുസരിച്ച് നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മളെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇപ്പൊ നമുക്ക് നല്ല തണുപ്പുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ആ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. അത് ചൂട് വന്നു കഴിഞ്ഞാലും ചൂടുള്ള കാലാവസ്ഥയെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ഒരിക്കലും ചേഞ്ച് ആകുന്നില്ല. എന്തൊക്കെ ഇഞ്ചുറീസോ ഇൽനെസ്സോ വന്നാലും അത് ക്യൂർ ആയി കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ തന്നെ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്റേണൽ എൻവയോൺമെന്റ് മനസ്സിലായോ? ഇനി അടുത്തത് വരുന്നതാണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി പോണ്ട് വിച്ച് ദി ഫിഷ് ഇൻഹിബിറ്റ് ഇറ്റ്സ് നാച്ചുറൽ എൻവയോൺമെന്റ്. The abiotic factors of the pond like light, temperature, depth, nutrients, and dissolving gas will provide the life-supporting chemicals and physical factors of the fish. അതായത് ഇപ്പൊ ഈ മീനിന്റെ തന്നെ നമ്മളൊരു ഉദാഹരണം പറയാണ്. നാച്ചുറൽ എൻവയോൺമെന്റ്, ആ മീനിന്റെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോണ്ടിൽ ജീവിക്കുക എന്നുള്ള, ഒരു കുളത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാവശ്യമുള്ള ലൈറ്റ് ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും, ന്യൂട്രിയൻസ് കിട്ടും, ഗ്യാസസ് എല്ലാം അതിനാവശ്യമുള്ള, അതിന്റെ ലൈഫ് എന്താണോ അതിനാവശ്യമുള്ള അതെല്ലാം നമുക്ക് ഈ ഫിഷിന് അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ ആ ഫിഷിനെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് അക്വേറിയത്തിൽ കൊണ്ടിടാന്ന് വിചാരിച്ചു. നമ്മൾ മറ്റേ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്സിജൻസ് ഉണ്ട്, അത്യാവശ്യം വലിയൊരു അക്വേറിയമാണ്. പക്ഷെ അതിന്റെ ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിന് അതൊരു തടസ്സമായില്ലേ? അപ്പൊ നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന്റെ പോണ്ടിലേക്ക് തന്നെ തിരിച്ചിടുമ്പോൾ അതിന്റെ നാച്ചുറൽ എൻവയോൺമെന്റ് കിട്ടും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു കിളി അതിനെ പിടിച്ചിട്ട് നമ്മളൊരു കൂട്ടിലടച്ചിട്ട് നമ്മൾ അതിന് കുറേ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, അതിനാവശ്യമുള്ളതൊക്കെ നമ്മൾ ആ കൂട്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അത്? നമ്മുടെ ആ ഒരു കിളിയുടെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിന് അതൊരു തടസ്സമായിട്ട് നിൽക്കുക ചെയ്യുന്നത്.
ആ സമയത്ത് നമ്മൾ ആ കിളീനെ തുറന്നു വിടുന്ന സമയത്ത് എന്താ അതിന് പറന്ന് സ്വന്തം ഭക്ഷണം തേടി കണ്ടെത്തി അത് അതിന്റെ ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ അതിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അതിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്ത് അത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഫിസിക്കലി ആയിക്കോട്ടെ അതിന്റെ അതുപോലെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ ഇന്റേണൽ ആയിക്കോട്ടെ എല്ലാം കൊണ്ടും അത് 100% നാച്ചുറൽ എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത് എന്ന് പറയാം. കൂട്ടിലിട്ട ഒരിക്കലും അത് നാച്ചുറൽ എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്താണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് മനസ്സിലായോ? അതായത് നമുക്ക് ആവശ്യമുള്ള ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഭയങ്കര ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദി അതർ ലിവിംഗ് ഓർഗാനിസംസ് ഇൻഹിബിറ്റ് ദി ബോണ്ട് ലൈക്ക് ബാക്ടീരിയ, ഇൻസ്റ്റിങ്, വൂംസ്, മോളിക്യൂൾസ്, ട്രാപ്പിയോസ്, ഫ്രോഗ്സ്. ഇത് ഈ പറയുന്ന എല്ലാത്തിനും അതിന്റെ എന്താണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എൻവയോൺമെന്റ് എവിടെ ലഭിക്കുന്നു, അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് മനസ്സിലായിട്ടില്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അടുത്ത ടോപ്പിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ എൻവയോൺമെന്റ് ഫോർ ലൈഫ്. Whatever type of environment organisms inhabit, they all need life-supporting elements for survival. These include air that they breathe, food and water they take in, and shelter either as natural. അതായത് ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഒരു ഓർഗാനിസത്തിനെ അതിനെ എവിടെ കൊണ്ടിട്ടാലും അതിന് ബയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ എവിടെ കൊണ്ടിട്ടാലും എന്താ ലൈഫ് സപ്പോർട്ടിംഗ് എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്താണ് ഈ ലൈഫ് സപ്പോർട്ടിംഗ് എലമെന്റ്സ്? അതാണ് എന്ത്? ഫുഡ്, വാട്ടർ, ഓക്സിജൻ, ഷെൽട്ടർ, ഇതൊക്കെയാണ് എന്ത് ലൈഫ് സപ്പോർട്ടിംഗ് എലമെന്റ്സ്. ഇപ്പൊ നമ്മളെ കൊണ്ടുപോയിട്ട് അന്റാർട്ടിക്കയെ കൊണ്ടിടുക എന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ ജീവിക്കുന്നു, നമ്മളെ അന്റാർട്ടിക്കയെ കൊണ്ടിടുക. അവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ, പക്ഷെ നമുക്ക് അവിടെയും ജീവിക്കാൻ പറ്റും. എന്തുണ്ടെങ്കിൽ നമുക്ക് ഫുഡ്, വാട്ടർ, ഓക്സിജൻ, ഷെൽട്ടർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇന്ന് ഇപ്പോഴാണെങ്കിലും അന്റാർട്ടിക്കയിൽ 1000 മുതൽ 5000 വരെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരവിടെ സർവൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഒരു നേച്ചർ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിപ്പം ഷെൽട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കേവ് ആയിരിക്കാം, ഒരു ഗുഹയായാലും മതി, അല്ലെങ്കിൽ ഒരു ഫ്രീ ഫോൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ പണിത് വെച്ചിരിക്കുന്ന വീടുകളായിരിക്കാം. ഇതിനൊക്കെയാണ് നമുക്ക് ഷെൽട്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പണ്ടത്തെ നമ്മുടെയൊക്കെ പൂർവികര് പണ്ട് ജീവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാ? കേവ്സിലും ഫ്രീ ഹോൾസിലും ഒക്കെയാണ്. അപ്പൊ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് നമുക്ക് അതുകൊണ്ടൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റ് ഈസ് ദി ഓൺലി സോഴ്സ് ദാറ്റ് പ്രൊവൈഡ്സ് ദീസ് ലൈഫ് സപ്പോർട്ടിംഗ് എലമെന്റ്സ്. നമുക്ക് വേണ്ട ഈ ലൈഫ് സപ്പോർട്ടിംഗ് എലമെന്റ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു സോഴ്സ് എന്താണ്? നമ്മുടെ എൻവയോൺമെന്റ് മാത്രമേ നമുക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മള് വേറൊരു സ്ഥലത്ത് പോയിട്ടായിരുന്നേ, വേറൊരു ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ എൻവയോൺമെന്റ് ആണ് നമുക്ക് എന്ത് പറയുന്നത്, ഈ പറയുന്ന ലൈഫ് സപ്പോർട്ടിംഗ് എലമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോയിൽ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. അല്ലെ, ഒരു പ്ലാന്റിന് വളർന്ന് അതെന്താണോ ആ ഒരു അവസ്ഥയിലേക്ക് അതിന് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? സോയിൽ അതിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യണം. ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ എർത്താണ് നമ്മൾ ആ സോയിലിൽ നിന്ന് ആ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താണ്? അതിന്റെ എൻവയോൺമെന്റ് ആണത്. ആ ഒരു ചെടിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന അതിന്റെ എൻവയോൺമെന്റ് ആണ് സോയിലും. സോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസും സൺലൈറ്റും വാട്ടറും ഒക്കെ. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എൻവയോൺമെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദി ലാൻഡ്ഫോം ഡിറ്റർമൈൻ ദി സോയിൽ ടൈപ്പ് ഓഫ് ഫൗണ്ട് എനി വൺ ഏരിയ. സോയിൽ ഇറ്റ്സെൽഫ് വേരിയസ് ഫ്രം ദി പ്ലേസ് ടു പ്ലേസ്. അതായത് പല സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇപ്പൊ ഇത് കോഴിക്കോടുള്ള മണ്ണിന്റെ ഘടനയായിരിക്കത്തില്ല വയനാട്ടിലുള്ള. അതിന് ഡിഫറെന്റ് ആയിരിക്കും. പല സ്ഥലത്ത് പല ടൈപ്പ് സോയിൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്താ, അവിടെയുള്ള പ്ലാന്റ്സിന് എന്താണോ ആവശ്യം അത് ആ സോയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്ലാന്റ്സിനെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്, ഏത് ടൈപ്പ് ആയാലും. ഓക്കെ, അത്രയും മനസ്സിലായോ? ഇതില് ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത് നമ്മള് മാലിന്യങ്ങൾ കൊണ്ടിടുക, അതുപോലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസേ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ,
ഇത്രയാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. ബാക്കിയുള്ള ഹ്യൂമൻ എൻവയോൺമെന്റ് റിലേഷൻഷിപ്പ് നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് എന്താ പറഞ്ഞതെന്ന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കി. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ എർത്താണ് നമ്മുടെ പ്ലാനറ്റില്, അതായത് നമ്മുടെ ലൈഫ് ഒരു ലിവിങ് ഓർഗാനിസം ഉള്ളത് എവിടെയാണ്? നമ്മുടെ പ്ലാനറ്റിൽ എർത്തിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മുടെ സണ്ണാണ് നമുക്ക് എനർജി നമുക്ക് ഉള്ളി ഒരു എനർജി സോഴ്സ് എന്ന് പറഞ്ഞ സണ്ണാണ്. അതുപോലെ നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു, നാച്ചുറൽ എൻവയോൺമെന്റ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അബയോട്ടിക്, ബയോട്ടിക് എന്താണ്, അബയോട്ടിക് എന്താണെന്ന് പറഞ്ഞു. അബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ ഇല്ലാത്തത്, അതായത് സോയില്, വാട്ടർ, മൗണ്ടെയിൻസ്, ഡെസേർട്ട്, ഇതിനെയൊക്കെ നമ്മൾ അബയോട്ടിക് എന്ന് പറയുന്നുണ്ട്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവൻ ഉള്ളതാണ്. ജീവൻ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? അനിമൽസ്, പ്ലാന്റ്സ്, അങ്ങനത്തെ ജീവനുള്ള മൈക്രോബ്സ്, ഇതൊക്കെ ജീവനുള്ളതാണ്, ഇതിനെയാണ്. അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെന്റ് എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്തു. എന്താണ് എൻവയോൺമെന്റ്? ഒരു ഓർഗാനിസത്തിന് ചുറ്റിയുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോട്ടിക് എന്താണ്, അബയോട്ടിക് എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് പറഞ്ഞു. കോമ്പോണൻസ് പറഞ്ഞ സമയത്തും കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടൈപ്സ് പറഞ്ഞു. 3 ടൈപ്പാണുള്ളത്. എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്, നാച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് പുറമെ നിന്ന് കിട്ടുന്നത്, അതായത് വാട്ടർ, ഫുഡ്, ഓക്സിജൻ, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഒരാൾക്ക് ജീവിക്കാനായിട്ട് പുറത്തു നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയാണ്. ഇന്റേണൽ എൻവയോൺമെന്റിന് ചേഞ്ച് സംഭവിക്കത്തില്ല, ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഇന്റേണൽ എൻവയോൺമെന്റും ഒരുപോലെ നമുക്ക് കിട്ടുന്ന, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രീയുടെ കാര്യമൊക്കെ ഇതൊക്കെ ഒന്ന് ഓർക്കുക. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് എൻവയോൺമെന്റ് ഫോർ ലൈഫ് സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് നമ്മുടെ ഗ്രോത്ത്, എന്തൊക്കെയാണ് നമ്മുടെ എർത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് ഒരാൾക്ക് ഈ എർത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്, എന്തൊക്കെ ലൈഫ് സപ്പോർട്ടിങ് എലമെന്റ്സ് ആവശ്യമാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്തായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ലെറ്റർ നോട്ട് എഴുതുന്ന കാര്യം മറക്കരുത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. നാളെ മുതൽ നമ്മൾ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസും കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. Okay, thank you. ഓക്കെ, Thank you, ma'am. ഓക്കെ.